നമസ്കാരം. 7ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. രഞ്ജീസ് മാജിക് ബാറ്റ് എന്നുള്ള ചാപ്റ്റർ എടുത്തു, അതിലെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ തന്നു. ഇനിയുള്ളത് ആക്ടിവിറ്റീസാണ് അല്ലേ. ഇതാ നോക്കിക്കോ ആക്ടിവിറ്റീസ്. മക്കളെ നോക്കൂ, പേജ് നമ്പർ 102, ആക്ടിവിറ്റി 1. റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിസ്റ്റർ കുമാർ ആൻഡ് രഞ്ജി. ഞാൻ കുറച്ച് സ്പീഡിൽ ക്വസ്റ്റ്യൻസ് വായിച്ച് പോകും കേട്ടോ, കാര്യം ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. അപ്പോൾ കോൺവെർസേഷനാണ് രഞ്ജിയും അതുപോലെ തന്നെ മിസ്റ്റർ കുമാറും തമ്മിലുള്ള കോൺവെർസേഷൻ. വാട്ട് യു നീഡഡ് വാസ് കോൺഫിഡൻസ്, നോട്ട് എ ബാറ്റ്, ആൻഡ് ബൈ ബിലീവിങ് ഇൻ ദ ബാറ്റ് യു ഗോട്ട് യുവർ കോൺഫിഡൻസ് ബാക്ക്. എന്താണ് നമ്മുടെ ചാപ്റ്ററിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഒന്നുകൂടെ പറയണോ? നമ്മുടെ ബാറ്റ് എന്താണ് നഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരുന്നില്ലേ, എന്നിട്ട് എന്താണ് ആ ബാറ്റ് പോയി, അതുകൊണ്ട് എനിക്കിനി എന്താണ് എനിക്ക് നല്ല സ്കോറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നില്ലേ. അപ്പോഴാണ് ആ ബാറ്റ് ശരിക്കും അങ്ങനെയൊന്നും അല്ല, ഒരു ബാറ്റിലല്ല എന്തെങ്കിലും ഇരിക്കുന്നത്, പകരം എന്താണ് നമ്മുടെ കോൺഫിഡൻസിലാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെയാണ് പറയുന്നത് എന്താണ് നിനക്ക് വേണ്ടുന്നത് ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ എന്താണ് കോൺഫിഡൻസ്? വാട്ട് ഈസ് കോൺഫിഡൻസ് ആസ്ക്ഡ് രഞ്ജി. ഇറ്റ് വാസ് എ ന്യൂ വേർഡ് ഫോർ ഹിം. അത് അങ്ങനെ നമ്മൾ പറഞ്ഞു. കോൺഫിഡൻസ് സെഡ് മിസ്റ്റർ കുമാർ സ്ലോലി. കോൺഫിഡൻസ് ഈസ് നോയിങ് യു ആർ ഗുഡ്. അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത് രഞ്ജിക്കൊരു ന്യൂ വേർഡായിരുന്നു. എന്താണ് കോൺഫിഡൻസ് എന്ന് ചോദിക്കുമ്പോൾ കുമാർ എന്ത് പറയുന്നു? എന്താണ് കോൺഫിഡൻസ് എന്ന് പറയുന്നു. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഫിഡൻസ് ഈസ് നോയിങ് യു ആർ ഗുഡ്. നീ ഗുഡാണ് എന്ന് നീ തിരിച്ചറിയുന്നതാണ് കോൺഫിഡൻസ്. ആൻഡ് ഐ ക്യാൻ ബി ഗുഡ് വിത്തൗട്ട് ദി ബാറ്റ് എന്ന് ചോദിക്കത്തില്ലേ? ബാറ്റ് ഇല്ലാതെയും ഞാൻ ഗുഡ് ആയിരിക്കുമോ എന്ന് ചോദിക്കില്ലേ? ആണ്. ആസ് യു നോ ഈച്ച് ഓഫ് യു ഹാവ് സർട്ടൻ ക്വാളിറ്റീസ് വിച്ച് മേക്ക് യു കോൺഫിഡൻറ്റ് ഇൻ യുവർ ആക്ടിവിറ്റീസ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റീസ്. ഇപ്പം ഞാൻ ചിലപ്പം പാടുമായിരിക്കും, ചിലപ്പോൾ ഡാൻസ് ചെയ്യായിരിക്കും, ചിലപ്പോൾ കഥ എഴുതുമായിരിക്കും, ചിലപ്പോൾ കവിത എഴുതുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി എനിക്കുണ്ടാകും. ചിലപ്പോൾ ഞാൻ നല്ല തമാശ പറയുമായിരിക്കും അല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അപ്പോൾ ബോയ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സ്പോർട്സിലായിരിക്കും ചിലപ്പോൾ വരിക, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അവർക്കും ആർട്സ് ആയിരിക്കാം. അങ്ങനെ ഗേൾസിനും ഉണ്ട് കേട്ടോ സ്പോർട്സ്, ആർട്സ്, എന്തെങ്കിലും ഒന്നിലായിരിക്കും ആക്റ്റീവ്. അപ്പോൾ കൂടുതൽ ബോയ്സ് ഇങ്ങനെ എന്താണ് ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ അങ്ങനെ ഇങ്ങനെ കളിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ബോയ്സിൻ്റെ പേര് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഗേൾസ് ഇപ്പോൾ സ്പോർട്സിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിലേതിലെങ്കിലും ആയിരിക്കും മക്കളെ നിങ്ങൾക്ക് എന്തുള്ളത്? നിങ്ങൾക്ക് കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ടാലൻ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസും അതിലായിരിക്കും. ലൈക്ക് യുവർ ഫിംഗർ പ്രിൻറ്റ്സ് ദേ മേ ബി യുണീക്ക് ടു യു അല്ലേ. ഫിംഗർ പ്രിൻറ്റ്സ് ഓരോരുത്തരുടെ ഫിംഗർ പ്രിൻറ്റും ഓരോന്നാണ്, യുണീക്കാണ്. അതുപോലെയാണ് എന്താണ് നിങ്ങളുടെ ആ ഒരു ടാലൻറ്റും പലർക്കും പല രീതിയിലായിരിക്കും. ദീസ് ക്വാളിറ്റീസ് ടുഗെദർ വിത്ത് യുവർ എക്സ്പീരിയൻസസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് എംപവേഴ്സ് യു ടു ഷൈൻ ഇൻ യുവർ ക്ലാസ് റൂം ആൻഡ് ഇൻ ദ വേൾഡ് ഔട്ട്സൈഡ്. അപ്പോൾ ഈ ക്വാളിറ്റീസ് അതുപോലെ ടുഗെദർ വിത്ത് യുവർ എക്സ്പീരിയൻസസ്, നിങ്ങളുടെ എക്സ്പീരിയൻസസും ഈ ക്വാളിറ്റീസും അതുപോലെ അച്ചീവ്മെൻറ്റ്സും ഇതൊക്കെയാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത് ക്ലാസ് റൂമിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിലുമൊക്കെ ഷൈൻ ചെയ്യാനുള്ള കരുത്ത് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ യു മൈറ്റ് ഹാവ് സം ക്വാളിറ്റീസ് ഇൻ യു സച്ച് എ സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ക്രിയേറ്റിവിറ്റി എന്താണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ. അതുപോലെ എംപതി, മറ്റുള്ളവരെ വിഷമം കാണും അല്ലെ മറ്റുള്ളവരുടെ ഫീലിങ്സ് എൻ്റേതല്ലേ, എന്നെ പോലെ എന്നുള്ള ചിന്ത, ഇങ്ങനെയൊക്കെ ഉള്ള ക്വാളിറ്റീസ് ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത്. തിങ്ക് അബൌട്ട് എ ഫ്യൂ മോർ ക്വാളിറ്റീസ് ദാറ്റ് മേക്ക് യു യുണീക്ക്, റൈറ്റ് ദം ഡൗൺ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ടാലൻറ്റ് എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് നിങ്ങൾക്കിവിടെ പറയാം. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് സെൻസ് ഓഫ് ഹ്യൂമർ പറയാം, ക്രിയേറ്റിവിറ്റി പറയാം, എംപതി പറയാം, റെസിലിയൻസ് പറയാം, ലീഡർഷിപ്പ് പറയാം, ക്യൂരിയോസിറ്റി പറയാം, ബ്രേവറി പറയാം, അങ്ങനെ പലതും നമുക്ക് പറയാം. അപ്പം മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ വ്യത്യസ്തരാക്കി നിർത്തുന്നത് എന്താണ് എന്നുള്ളതാണ് നിങ്ങളിവിടെ പറയേണ്ടത് കേട്ടോ. അപ്പോൾ സെൻസ് ഓഫ് ഹ്യൂമറിനെ പറ്റി നമുക്ക് പറയാം. എന്താണ്? ഐ ബിലീവ് മൈ സെൻസ് ഓഫ് ഹ്യൂമർ ഹെൽപ്സ് മീ ഗെറ്റ് ത്രൂ ടഫ് ടൈംസിൽ എൻ്റെ ആ ഒരു സെൻസ് ഓഫ് ഹ്യൂമറാണ് എന്നെ സഹായിച്ചത് എന്നാണ്. ഭയങ്കര വിഷമഘട്ടങ്ങളിൽ അല്ലേ. വെൻ തിങ്സ് ഗോ റോങ് ഐ ട്രൈ ടു ലാഫ് അറ്റ് ദ സിറ്റുവേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ് ബാഡ്. തിങ്സ് ഗോ റോങ് എന്താണ്? മറ്റു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലാതെ മാറിപ്പോത്തില്ലേ കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ചിരിക്കാനും അല്ലെങ്കിൽ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കാതെ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചു എനിക്ക് ഇത്ര മാർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് എക്സാമിന് ഇത്ര മാർക്ക് കിട്ടും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഞാൻ പോകണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതൊന്നും നടന്നില്ല. അപ്പം ഞാനിരുന്ന് വിഷമിക്കാതെ ഞാൻ ചിരിച്ച് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കും.
ഇറ്റ് ഓൾസോ ഹെൽപ്സ് മീ കണക്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ്. അതുപോലെ തന്നെ എന്താണ്, ഫ്രണ്ട്സുമായിട്ടും ക്ലാസ്മേറ്റ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനത് സഹായിക്കും. മേക്കിംഗ് അതേഴ്സ് ലോഫ് ഓർ ലൈറ്റനിങ് ദ മൂഡ് മേക്സ് സ്കൂൾ മോർ ഫൺ ആൻഡ് ലെസ് സ്ട്രെസ്ഫുൾ. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇത്രയും മതി അല്ലെങ്കിൽ കേട്ടോ. മറ്റുള്ളവരെ ചിരിക്കാൻ സഹായിക്കുന്നതാണ് ഇവിടെ പറഞ്ഞത്. മറ്റുള്ളവരെ ചിരിക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വിഷമമായിട്ടുള്ള ഘട്ടം എന്ത് ചെയ്യാണ്, അതൊക്കെ ഞാനൊന്ന് ചിരിച്ച് കളയുമ്പോഴേക്കും സ്കൂൾ എന്താവും, മോർ ഫണ്ണാവും, അതുപോലെ സ്ട്രെസ്സും കുറയും. നിങ്ങൾക്കത് വേണമെങ്കിൽ എഴുതിയാൽ മതി. അടുത്തത് ക്രിയേറ്റിവിറ്റി. ഐ ആം പ്രൗഡ് ഓഫ് മൈ ക്രിയേറ്റിവിറ്റി ബിക്കോസ് ഇറ്റ് അലോസ് മീ ടു തിങ്ക് ഇൻ ന്യൂ വേയ്സ്. എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ ഞാൻ ഭയങ്കര അഭിമാനം കൊള്ളുന്നു. എന്നെ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ രീതികളിൽ ചിന്തിക്കാൻ എന്നെ അത് സഹായിക്കുന്നു. വെദർ ഇറ്റ് ഈസ് ഡ്രോയിങ്, റൈറ്റിംഗ് ഓർ സോൾവിങ് എ പ്രോബ്ലം, ഐ ലവ് എക്സ്പ്രസിങ് മൈ സെൽഫ് ഇൻ ക്രിയേറ്റീവ് വേസ്. ഇപ്പോൾ ഏത് ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, ഡ്രോയിങ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവിങ് ആയിക്കോട്ടെ, ഞാൻ എന്താണ് എക്സ്പ്രസിങ് മൈ സെൽഫ്. എൻ്റെ ഐഡിയ. ഇപ്പോൾ ചിലർക്ക് വിഷമം വരുമ്പോൾ കവിത എഴുതിക്കളയും, ചിലർക്ക് സന്തോഷം വരുമ്പോൾ കവിത എഴുതും, ചിലർക്ക് എന്താണ് സന്തോഷം വരുമ്പോൾ പെയിൻറ്റ് ചെയ്തോളയും. അങ്ങനെ പല രീതിയിലാണ് നമ്മളത് എന്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഇൻസ്പയർസ് അതേഴ്സ് ടു തിങ്ക് ഡിഫറെൻ്റ്ലി ആൻഡ് എംബ്രേസ് ദെയർ ഓൺ ഐഡിയാസ്. അതുപോലെ മറ്റുള്ളവരെ അത് എന്ത് ചെയ്യുന്നു, ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. എന്തിന്, ഡിഫറെൻ്റായിട്ട് ചിന്തിക്കാൻ, അതുപോലെ അവരുടെ ഐഡിയാസ് ഇതുപോലെ ഒന്ന് കാണിക്കാൻ ഒക്കെ മറ്റുള്ള. ഇപ്പം ഞാനിങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ അതുപോലെ ചെയ്യാൻ താല്പര്യമുള്ള ആ കഴിവൊക്കെ കുറച്ചുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരും എന്ത് ചെയ്യും, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ പിന്നെ എന്താണ്, നമ്മൾ ഒരുപാട് യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുന്നില്ല, ഒരുപാട് ക്രിയേറ്റീവ് വീഡിയോസ്. അപ്പം നമ്മളത് കാണുമ്പോൾ നമുക്കും എന്ത് ചെയ്യും, ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ലെഷർ ടൈമിൽ നമ്മളും അതൊക്കെ ചെയ്യും അല്ലേ. അങ്ങനെ ഇനി എംപതി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ വിഷമം നമ്മുടേതുപോലെ നമ്മൾ തോന്നുന്നതിനാണ് നമ്മൾ എംപതി പറയുന്നത്. ഐ ട്രൈ ടു ബി എംപത്തറ്റിക് ബൈ അണ്ടർസ്റ്റാൻഡിങ് ഹൗ അതേഴ്സ് ഫീൽ. ഉണ്ടാവും അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് നമ്മൾ അതുപോലെ ചിന്തിക്കുന്നതാണ് എംപതി. വെൻ മൈ ഫ്രണ്ട്സ് ആർ അപ്സെറ്റ് ഓർ സ്ട്രഗ്ലിങ്, ഐ ലിസൺ ആൻഡ് ഓഫർ സപ്പോർട്ട്. എന്താണ്, എൻ്റെ ഫ്രണ്ട്സ് അപ്സെറ്റ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്യും, അവർ പറയുന്നത് കേൾക്കും, അവർക്ക് ഫുൾ സപ്പോർട്ടൊക്കെ കൊടുക്കും. ഐ ബിലീവ് ദാറ്റ് ബീയിങ് എംപത്തറ്റിക് ഹെൽപ്സ് മീ ബിൽഡ് സ്ട്രോങ് ഫ്രണ്ട്ഷിപ്സ് ആൻഡ് മേക്ക് മീ എ ബെറ്റർ പേഴ്സൺ. എനിക്ക് തോന്നുന്നു എംപത്തറ്റിക് എന്ന് പറഞ്ഞൊരു ഈ ഒരു ചിന്ത എനിക്കുള്ളത് കൊണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്കുണ്ട്. അതുപോലെ എന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാനും അത് സഹായിക്കുന്നു. ഇനി റെസിലിയൻസ് എന്താണ്, നമ്മൾ ഈ അധ്വാനിക്കാനുള്ള നമ്മുടെ ഒരു മനസ്സ്. ഐ ഹാവ് ലേൺ ദാറ്റ് റെസിലിയൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വെൻ തിങ്സ് ഡോണ്ട് ഗോ ആസ് പ്ലാൻഡ് ഓർ ഐ ഫെയിൽ, ഐ ഡോണ്ട് ഗിവ് അപ്പ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നമ്മളിങ്ങനെ വീണ് പോകുമ്പോൾ അവിടെ നിന്നും എഴുന്നേറ്റ് വരാനുള്ള ആ ഒരു ചിന്ത, അതിനെയാണ് നമ്മൾ ഈ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, ഞാൻ പ്ലാൻ ചെയ്തതുപോലെ നടക്കാതെ വരികയോ അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടുകയോ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യാറില്ല, അവിടെ അതങ്ങ് ഉപേക്ഷിക്കാറില്ല. ഇൻസ്റ്റെഡ് പകരം ഞാൻ എന്ത് ചെയ്യും, ഐ കീപ് ട്രൈയിങ് ആൻഡ് ലേൺ ഫ്രം മൈ മിസ്റ്റേക്സ്. ഞാൻ എന്ത് ചെയ്യും, ശ്രമിച്ചുകൊണ്ടേയിരിക്കും, അതുപോലെ എൻ്റെ തെറ്റുകളിൽ നിന്ന് ഞാൻ പഠിക്കും. ഇറ്റ് ഹെൽപ്സ് മീ സ്റ്റേ സ്ട്രോങ് ആൻഡ് ഫോക്കസ് ഓൺ മൈ ഗോൾസ്. എന്താണ്, സ്ട്രോങ് ആവാനും എൻ്റെ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനും എന്നെ അത് സഹായിക്കുന്നു. ഇനി ലീഡർഷിപ്പ് വേണമെങ്കിൽ ലീഡർഷിപ്പ് എഴുതാം, ക്യൂരിയോസിറ്റി എഴുതാം, ബ്രേവറി എഴുതാം. ഏതായാലും ഇതിൽ 3 ഞാൻ തന്നിട്ടുണ്ട്. ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കുവാണ്, ക്യൂരിയോസിറ്റിയും ബ്രേവറിയും ഞാൻ എഴുതുകയാണ്. ഐ ആം നാച്ചുറലി ക്യൂരിയസ് ആൻഡ് ഓൾവേസ് ഈഗർ ടു ലേൺ ന്യൂ തിങ്സ്. ക്യൂരിയസ് എന്ന് വെച്ചാൽ എന്താണ്, പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റതൊക്കെ അറിയാനുള്ള ഒരു ജിജ്ഞാസ മലയാളത്തിൽ പറയും, അതാണ് ക്യൂരിയസ്. ബ്രേവറി എന്താണ്, നമുക്കൊരു ധൈര്യം, എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളൊരു ധൈര്യം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്, പേടിയില്ലാത്ത അവസ്ഥ. അപ്പം ഇതിന് രണ്ടിനും ഒരു എക്സ്പ്ലനേഷൻ ഞാനിവിടെ തന്നിട്ടുണ്ട് മക്കളെ, നിങ്ങളത് എഴുതിയാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം. ഐ ആം നാച്ചുറലി ക്യൂരിയസ് ആൻഡ് ഓൾവേസ് ഈഗർ ടു ലേൺ ന്യൂ തിങ്സ്. പിന്നെ ഐ ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ലുക്ക് ഫോർ ആൻസേഴ്സ് ഇൻ ബുക്സ്, ഓൺലൈൻ ഓർ ത്രൂ ഡിസ്കഷൻസ്. എന്താണ്, ഞാൻ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കും, ആൻസേഴ്സ് വേണ്ടി ഇങ്ങനെ പരതാറുണ്ട്, പല ബുക്കുകളും ഓൺലൈനും അതുപോലെ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്ത് ഞാൻ ഉത്തരം കണ്ടെത്താറുണ്ട്. അപ്പോൾ മൈ ക്യൂരിയോസിറ്റി പുഷസ് മീ ടു എക്സ്പ്ലോർ ടോപ്പിക്സ് ഡീപ്ലി ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ് ബെറ്റർ. എന്താണ്, കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനും മറ്റ് കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ എന്നെ അത് സഹായിക്കും. ബ്രേവറി, ഐ ബിലീവ് ബീയിങ് ബ്രേവ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ബീയിങ് ബ്രേവ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി വെൻ ഫേസിങ് ഫിയേഴ്സ്. പേടി, അത് ഫേസ് ചെയ്യുമ്പോഴാണ് കൂടുതലും അത് വേണ്ടി വരുന്നത്. സംടൈംസ് ഐ ആം നെർവസ് അബൌട്ട് സ്പീക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്ലാസ് ഓർ ട്രൈയിങ് സംതിങ് ന്യൂ ബട്ട് ഐ പുഷ് ത്രൂ. എന്താണ്, പുതുതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ക്ലാസ്സിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരുടെയും മുമ്പിലൊക്കെ വന്ന് അവതരിപ്പിക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ വരില്ലേ, അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിലൂടെയാണ് ഓവർകം ചെയ്ത് പോകുന്നത്. ഐ നോ ദാറ്റ് ബ്രേവറി ഹെൽപ്സ് മീ ഗ്രോ ആൻഡ് ബിക്കം സ്ട്രോങ്ങർ ആവാനും അതുപോലെ തന്നെ എന്താണ് വലുതാകാനൊക്കെ ബ്രേവറി സഹായിക്കുമെന്ന് എനിക്ക് അറിയാം. ഇനി ആക്ടിവിറ്റി 2 നോക്കാം.
The match ended in a draw, but Renji's 75 was the talk of the school. മാച്ച് ഡ്രോ ആയി, സമനിലയായി, പക്ഷേ രഞ്ജിയുടെ 75 സ്കൂളിലെ സംസാരം. രഞ്ജീസ് പെർഫോമൻസ് ഇസ് നൗ വൈറൽ ഓൺ സോഷ്യൽ മീഡിയ. രഞ്ജിയുടെ പെർഫോമൻസ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഹിയർ ഈസ് എ കമൻറ്റ് ഗിവൺ ബൈ എ ഫ്രണ്ട് നിഹാൽ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് നിഹാൽ പറഞ്ഞൊരു കമൻറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്താണ്, അബ്രാവോ രഞ്ജി, യു പ്ലേഡ് അമേസിംഗ്ലി ആൻഡ് എവ്രി വൺ ലാഫ്ഡ് ഇറ്റ് ആൻഡ് നൗ എവ്രി വൺ ഈസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. എന്താണ്, നീ ഒരു ഭയങ്കര കാര്യമാണ്, ഓൾ ദി ബെസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞത് എന്താ പറയുന്നത്, ഇപ്പോൾ നീ നിൻ്റെ ഈ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഈ ഒരു കാര്യത്തെ പറ്റിയാണ് എല്ലാവരും സംസാരിക്കുന്നത്. യു ആർ എ സ്റ്റാർ, നീ ഒരു സ്റ്റാറാണ് രഞ്ജി, കീപ് ഗോയിങ്, ഇനിയും മുമ്പോട്ട് പോകും. കുഡോസ് ടു യു ഫോർ പ്ലേയിങ് സോ വെൽ, ദ ടീം ഈസ് ലക്കി ടു ഹാവ് എ സ്റ്റാർ ലൈക്ക് യു, യു ആർ ഓൾസോ. അപ്പോൾ എന്താണ്, കൺഗ്രാജുലേഷൻസ് പറയുകയാണ്, നീ നന്നായിട്ട് കളിച്ചു, ഈ ടീം നിന്നെ പോലൊരു ഒരു സ്റ്റാറിനെ കിട്ടിയതിൽ ഞങ്ങൾ ലക്കിയാണ്, യു ആർ ഓസം എന്ന് പറയുന്നു, നീ മിടുക്കനാണ് അല്ലെങ്കിൽ നീ വണ്ടർഫുൾ ആണ് എന്ന് പറയുന്നു. A crisp comment like this plays a significant role on various occasions in life due to its ability to convey ideas and emotions precisely. ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജിന് ഒരു കഴിവുണ്ട്. എന്താണ്, നമ്മളുടെ ആ ഒരു ഇമോഷൻസ് വളരെ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകളെ കൊണ്ട് സാധിക്കും, അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ, ക്യാൻ യു മേക്ക് സം ക്രിസ്പ് കമൻറ്റ്സ് ഓൺ രഞ്ജീസ് വണ്ടർഫുൾ പെർഫോമൻസ്? അപ്പോൾ ഈ രഞ്ജിയുടെ വണ്ടർഫുൾ പെർഫോമൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഇടാൻ പറ്റുമോ? പിന്നെ ബി വേറൊരു സെക്ഷനുമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എയിൽ നോക്കാം. രഞ്ജി, യു വെയർ അൺസ്റ്റോപ്പബിൾ, 75 റൺസ് ആൻഡ് എ ബ്രില്യൻറ്റ് ഡിസ്പ്ലേ ഓഫ് സ്കിൽ, വെൽ പ്ലേഡ്, അല്ലേ? പിന്നെ എന്താ പറയാം, ഇൻക്രെഡിബിൾ പെർഫോമൻസ്, യു മെയ്ഡ് എസ് പ്രൗഡ് വിത്ത് എവറി ഷോട്ട്, കീപ് ഷൈനിങ്. പിന്നെന്താ പറയാം, ഫാന്റാസ്റ്റിക് ഇന്നിങ്സ് രഞ്ജി, യു പ്രൂവ്ഡ് യുവർ കോൺഫിഡൻസ് ആൻഡ് ടാലൻറ്റ് ഓൺ ദ ഫീൽഡ്. ഇനി വേണോ, രഞ്ജി, യു മെയ്ഡ് 75 ലുക്ക് ഈസി, എ ട്രൂ സ്റ്റാർ ഓൺ ദ ഫീൽഡ്. അത്രയൊക്കെ മതി. ഇമാജിൻ യുവർ ഫ്രണ്ട് ഹാസ് ബീൻ സെലക്റ്റഡ് ആസ് ദ ബെസ്റ്റ് ആക്ട്രസ് ഇൻ ദ ഇന്റർ സ്കൂൾ ഡ്രാമ കോൺടെസ്റ്റ്. സ്കൂളുകളുടെ ഇടയിൽ നടക്കുന്ന ഡ്രാമ കോൺടെസ്റ്റ് ഉണ്ടല്ലോ, അതിൽ മികച്ച നടിയായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൺഗ്രാജുലേറ്റ് ഹർ യൂസിങ് ക്രിസ്പ് കമൻറ്റ്സ്. ഇതുപോലത്തെ കമൻറ്റ്സ് വെച്ചിട്ട് അവളെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തേ. ഒരു 3 എണ്ണം പറയട്ടെ, 4 എണ്ണം പറയാം. കൺഗ്രാജുലേഷൻസ് സൂപ്പർ സ്റ്റാർ, യു ട്രൂലി ഔട്ട് ദ സ്റ്റേജ്, വെൽ ഡിസേർവ്ഡ്. ഇനി യു വെർ അമേസിംഗ്, ബെസ്റ്റ് ആക്ട്രസ് വിത്തൗട്ട് എ ഡൗട്ട്. ഇനി സോ പ്രൗഡ് ഓഫ് യു, യുവർ പെർഫോമൻസ് വാസ് ഔട്ട്സ്റ്റാൻഡിങ്, കീപ് ഷൈനിങ്. ഇനി യു ഡിഡ് ഇറ്റ്, ബെസ്റ്റ് ആക്ട്രസ് ഓൾ ദ വേ, യുവർ ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ്. പെയ്ഡ് ഓഫ് എന്താണെന്നറിയാമല്ലോ മക്കളെ, ഫലം കണ്ടു. അത്രയും നമുക്ക് എഴുതാം. ഇനി ആക്ടിവിറ്റി 3, റീഡ് ദി സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നിന്ന് തന്നിരിക്കുന്ന സെൻറ്റൻസസ് ആണ്. ഹിസ് ടീം ഹാഡ് ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ ഹിം ഫോർ ഹി ഹാഡ് സ്കോർഡ് എ ലോട്ട് ഓഫ് റൺസ് ഇൻ മെനി ഓഫ് ഇറ്റ്സ് മാച്ചസ്. അവൻ്റെ സ്കൂളിലെ ടീമിന് അവൻ എന്താണ്, ഭയങ്കര വിശ്വാസമാണ്. കാര്യം എന്താണ്, ഒരുപാട് റൺസ് അവൻ ഒരുപാട് മാച്ചസിലൂടെ എടുത്തിട്ടുണ്ട്. ഓൺ ഹിസ് വേ ഹോം ഹി ബോട്ട് എ ഡസൻ ലഡൂസ്, 6 ഫോർ ഹിസ് നൈബർ കോക്കി ആൻഡ് 6 ഫോർ മിസ്റ്റർ കുമാർ. തിരിച്ചു പോയപ്പോൾ ലഡു വാങ്ങിച്ചത് കോക്കിക്കും കുമാറിനും വേണ്ടിയിട്ട്. വാട്ട് ഡു യു ഒബ്സർവ് അബൌട്ട് രഞ്ജീസ് ക്യാരക്ടർ ഫ്രം ദീസ് സെൻറ്റൻസസ്? ഇതിൽ നിന്നും രഞ്ജിയുടെ ഒരു ക്യാരക്ടറിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? ടു അനലൈസ് ദ ക്യാരക്ടർ ഓഫ് രഞ്ജി ഫർദർ, ഗോ ത്രൂ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് രഞ്ജിയുടെ ക്യാരക്ടർ മനസ്സിലാവുമോ? ഇല്ല, ഇനിയും കുറേ കാര്യങ്ങൾ അറിയണം. അപ്പോൾ അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഡസ് രഞ്ജി ബിഹേവ് ഇൻ പബ്ലിക്? രഞ്ജി പബ്ലിക്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു? വാട്ട് ഈസ് ഹിസ് ജനറൽ ആറ്റിറ്റ്യൂഡ്? ജനറൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ഹൗ ഡസ് ഹി ക്യാരി ഔട്ട് ഹിസ് ഡ്യൂട്ടീസ്? അവൻ്റെ ഡ്യൂട്ടീസ് അവൻ എങ്ങനെ ചെയ്യും? ഹൗ ഡസ് ഹി ഡിസ്റ്റിങ്വിഷ് ഹിംസെൽഫ്? അവനെപ്പറ്റി എങ്ങനെയാണ് അവനെ വ്യത്യസ്തരാക്കുന്നത്? റൈറ്റ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് രഞ്ജി യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്. അപ്പോൾ വീണ്ടും താഴെ ഹിൻസ് തന്നിട്ടുണ്ട്. അത് വെച്ച് രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ച്, അവൻ്റെ സ്വഭാവത്തെ പറ്റി ഒരു ചെറിയൊരു കുറച്ച് സെൻറ്റൻസുകൾ എഴുതുക. എന്തൊക്കെയാണ്? ലവ്സ് പ്ലേയിങ് ക്രിക്കറ്റ്, പിന്നെ ഹാർഡ് വർക്കിംഗ് ആണ്, ലൈക്സ് ടു മേക്ക് ഫ്രണ്ട്സ്, ഇനി അംബീഷ്യസ്, ഒരു ലക്ഷ്യമുണ്ട്, ഹംബിൾ ആൻഡ് മോഡസ്റ്റ് ആണ്, റെഡി ടു ഫേസ് ചാലഞ്ചസ്. ഇതൊക്കെയുണ്ട്. ഇനി ക്യാരക്ടർ സ്കെച്ച് എന്താണ്? എ ക്യാരക്ടർ സ്കെച്ച് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പേഴ്സൺ. ഒരു പേഴ്സണെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ. It tells us all about a character in a story, such as what they look like, how they act and what makes them special.
എന്തൊക്കെ വേണം അതിൽ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ? ഒരാളെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയും, അയാളെ കാണാൻ എങ്ങനെയാണ്, എങ്ങനെ അയാൾ ആക്ട് ചെയ്യും, എന്തൊക്കെയാണ് അയാളെ സ്പെഷ്യലാക്കുന്നത്, ഇതൊക്കെയാണ് ക്യാരക്ടർ സ്കെച്ചിൽ വേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം, രഞ്ജി ലവ്സ് പ്ലേയിങ് ക്രിക്കറ്റ് ആൻഡ് വർക്ക്സ് ഹാർഡ് ടു ഇംപ്രൂവ് ഹിസ് സ്കിൽസ്. അല്ലേ? എന്താണ്? ക്രിക്കറ്റ് ഇഷ്ടമാണ്, അതുപോലെ അത് വീണ്ടും നല്ലതാക്കാൻ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഹി ഡ്രീംസ് ഓഫ് ബിക്കമിങ് എ ഗ്രേറ്റ് പ്ലെയർ. ഒരു ഗ്രേറ്റ് പ്ലെയർ അവൻ ഡ്രീം ചെയ്യുന്നു. ഡെസ്പൈറ്റ് ഹിസ് ടാലൻറ്റ് ഹി സ്റ്റേസ് ഹംബിൾ ആൻഡ് മോഡസ്റ്റ്. ഈ ടാലൻറ്റിൻ്റെ കൂടെ തന്നെ അവൻ വളരെ ഹംബിളുമാണ്, മോഡസ്റ്റുമാണ്. രഞ്ജി ഈസ് ഫ്രണ്ട്ലി ആൻഡ് എൻജോയ്സ് മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ്. ഫ്രണ്ട്ലിയാണ്, ഒരുപാട് പുതിയ കുട്ടികളെ കിട്ടുന്നത്, കൂട്ടായിട്ട് കിട്ടുന്നതിൽ അവൻ ഭയങ്കര ഹാപ്പിയാണ്. ഹീ ഈസ് അംബീഷ്യസ്. അവന് ലക്ഷ്യമുണ്ട്. ആൻഡ് ഓൾവേസ് റെഡി ടു ഫേസ് ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ റെഡിയാണ്. ഹിസ് ലവ് ഫോർ ദ ഗെയിം ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മേക്ക് ഹിം ബോത്ത് എ ഗ്രേറ്റ് പ്ലെയർ ആൻഡ് എ കൈൻഡ് പേഴ്സൺ. എന്താണ്? അവന് ഗെയിം ഇഷ്ടമാണ്, അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണുള്ളത്. എന്താണ്? എല്ലാം ശരിയാകും എന്നുള്ള ആറ്റിറ്റ്യൂഡ്. അത് അവൻ എന്താകുന്നു? ഒരു ഗ്രേറ്റ് പ്ലെയറുമാകുന്നു, ഒരു കൈൻഡ് പേഴ്സണും ആക്കുന്നു. അത്രയേ ഉള്ളൂ. ഇനി ബി ആണ്, ക്യാൻ യു പ്രിപ്പയർ എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ കുമാർ. മിസ്റ്റർ കുമാറിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് നമുക്കിവിടെ എഴുതാൻ പറ്റുമോ? പിക്ക് ഔട്ട് മിസ്റ്റർ കുമാർസ് ക്വാളിറ്റീസ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ. താഴെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, അത് വെച്ച് മിസ്റ്റർ കുമാറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. എൻകറേജിങ് ആണ് അല്ലേ? കൈൻഡ് ആണ് അല്ലേ? ക്രൂവലാണോ? അല്ല. ജനറസ് ആണോ? സ്പോർട്സ്മാൻലി ആണോ? ഫ്രണ്ട്ലി ആണോ? സെൽഫിഷ് ആണോ? അല്ല. ഹെൽപ്ഫുൾ ആണോ? കണ്ണിങ് ആണോ? അല്ല. അറഗൻ്റ് ആണോ? അല്ല. അപ്പം നോക്കൂ, ക്യാൻ യു പ്രിപ്പയർ എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ കുമാർ? എന്തായാലും നമുക്ക് അങ്ങ് എഴുതാം. എന്താണ്? മിസ്റ്റർ കുമാർ ഈസ് കൈൻഡ് ആൻഡ് എൻകറേജിങ് അല്ലേ? ഹി ഹെൽപ്സ് അതേഴ്സ് ബൈ ഷെയറിങ് ഹിസ് നോളജ് ആൻഡ് റിസോഴ്സസ്. നോളജും റിസോഴ്സസും വെച്ചൊക്കെ മറ്റുള്ളവരെ അദ്ദേഹം സഹായിക്കുന്നുണ്ട്. ഹി ഈസ് ജനറസ്. വളരെ ജനറസ് ആയിട്ടുള്ള ആളാണല്ലേ? നീതിമാനായിട്ടുള്ള ആളാണ്. ഓഫറിങ് രഞ്ജി ഹിസ് ലക്കി ബാറ്റ്. എന്താണ്? രഞ്ജിക്ക് എന്ത് ചെയ്തു? അയാളുടെ ബാറ്റ് കൊടുത്തില്ലേ? മിസ്റ്റർ കുമാർ ഇസ് എ ട്രൂ സ്പോർട്സ്മാൻ ആണ്. ഹു വാല്യൂസ് സെൽഫ് ബിലീഫ് ഓവർ മെറ്റീരിയൽ തിങ്സ്. ഈ മെറ്റീരിയൽ തിങ്സ് നമ്മൾ കിട്ടുന്ന ബാറ്റ്, ബോൾ, ഇതിലൊന്നും അല്ല, സെൽഫ് ബിലീഫിലാണ് കാര്യമെന്ന് വിശ്വസിക്കുന്ന ആൾ. ഹി ഈസ് ഫ്രണ്ട്ലി ആൻഡ് ഓൾവേസ് റെഡി ടു ഹെൽപ്പ്. ഫ്രണ്ട്ലി ആണ്, എപ്പോഴും സഹായിക്കാൻ വില്ലിങ് ആണ്. ഹിസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മേക്സ് ഹിം എ ഗ്രേറ്റ് മെൻറ്റർ. വേറൊരാൾ എന്താണ്, നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഒരാളുടെ അടുത്ത് സഹായം ചോദിച്ചാൽ, അഭിപ്രായം ചോദിച്ചെത്തുന്ന ഒരാളാണ് ഇവിടെ മെൻറ്റർ. അദ്ദേഹമാണ് ആരുടെ മെൻറ്റർ? നമ്മുടെ രഞ്ജിയുടെ മെൻറ്റർ. അപ്പം അദ്ദേഹം എന്താണ്, പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടാണ് രഞ്ജി അയാളോട് ചെന്ന് ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് അവനെ എന്ത് ചെയ്യും, വഴികാട്ടിയാണ് അല്ലേ? അതാണ് കറക്റ്റ് മെൻറ്ററായിട്ട് എടുക്കുന്നത്. ഇനിയുള്ളത് ആക്ടിവിറ്റി 4. കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ടല്ലേ? എന്ത് ചെയ്യാനാ മക്കളെ, നല്ല ആക്ടിവിറ്റീസ് ഉണ്ട്. ദ സ്കൂൾ സ്പോർട്സ് ക്ലബ് ഡിസൈഡഡ് ടു ഫെലിസിറ്റേറ്റ് രഞ്ജി ഓൺ ഹിസ് അച്ചീവ്മെൻറ്റ്സ് ഇൻ ക്രിക്കറ്റ്. സ്കൂളിലെ സ്പോർട്സ് ക്ലബ്ബ് എന്ത് ചെയ്യുന്നു, രഞ്ജി ഒന്ന് അനുമോദിക്കണം അല്ലെ ആദരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തിനാണ്? ക്രിക്കറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് വെച്ചിട്ട്. കൺസിഡർ ദ ഫോളോയിങ് പോയിൻറ്റ്സ് വൈൽ യു പ്രിപ്പയർ എ ഫെലിസിറ്റേഷൻ സ്പീച്ച്. അപ്പോൾ ആശംസ അല്ലെങ്കിൽ അഭിനന്ദന പ്രസംഗം നമ്മൾ കൊടുക്കില്ലേ? അപ്പോൾ അതാണ് ഫെലിസിറ്റേഷൻ സ്പീച്ച്, ആശംസാ പ്രസംഗം അല്ലേ, അനുമോദന പ്രസംഗം. അപ്പോൾ അതിൽ എന്തൊക്കെ പോയിൻറ്റ്സ് വേണമെന്ന് നോക്കൂ. ഫ്രണ്ട്ലി ഗ്രീറ്റിംഗ് ടു ബെഗിൻ വിത്ത്. ഫ്രണ്ട്ലി ആയിരിക്കണം, ആരംഭിക്കുന്ന അങ്ങനെ വേണം. കോണ്ടെക്സ്റ്റ് ഓഫ് ദ സ്പീച്ച്, ആ സ്പീച്ചിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നോക്കണം. അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഡിസ്റ്റിങ്ഷൻസ് ഗെയിൻഡ്, എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ് അവന് കിട്ടിയതെന്ന് നോക്കണം. കൺക്ലൂഷൻ വേണം. A felicitation speech is delivered in recognition of a person's achievements. അപ്പോൾ എന്താണ് ഫെലിസിറ്റേഷൻ സ്പീച്ച്? ഒരാൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആശംസാ പ്രസംഗം അല്ലെങ്കിൽ അഭിനന്ദനം, അനുമോദനം ഒക്കെ നമ്മൾ നൽകുന്നത്. ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്പീച്ച് ആൻഡ് ഡെലിവർ ഇറ്റ് ഇൻ ദ ക്ലാസ്. താണ്ട് നിങ്ങൾക്ക് ഇവിടെ ബോഡിയൊക്കെ തന്നിട്ടുണ്ട്, നിങ്ങളങ്ങ് എഴുതിയാൽ മതി ബാക്കി. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഇതൊന്ന് വായിക്കുക കംപ്ലീറ്റ് ചെയ്തിട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ്? ഗുഡ് മോർണിംഗ് respected teachers and dear friends. It is with immense pride and joy that we have gathered here today to celebrate the remarkable achievement of our friend and teammate Renji. അപ്പോൾ ഫ്രണ്ട്സ് ആൻഡ് എന്താണ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടു കൂടി കൂടിയിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ടീംമേറ്റും ഫ്രണ്ടുമായിട്ടുള്ള രഞ്ജിക്ക് കിട്ടിയ ആ ഒരു റിമാർക്കബിൾ അച്ചീവ്മെൻറ്റ് അല്ലേ, അങ്ങേയറ്റം നല്ലൊരു അച്ചീവ്മെൻ്റാണ് അവൻ നേടിയത്, അതൊന്ന് ആഘോഷിക്കാനാണ്, സെലിബ്രേറ്റ് ചെയ്യാനാണ്.
ഹിസ് പെർഫോമൻസ് ഇൻ ദ റീസെൻറ്റ് മാച്ച് ഹാസ് ബീൻ ഔട്ട്സ്റ്റാൻഡിങ്. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന മാച്ചിലെ പെർഫോമൻസ് എന്തായിരുന്നു? ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ആൻഡ് ഹിസ് ഡെഡിക്കേഷൻ ടു ദ ഗെയിം ഈസ് ആൻ ഇൻസ്പിറേഷൻ ടു ഓൾ ഓഫ് us. ആ ഒരു ഗെയിമിലെ ഡെഡിക്കേഷൻ നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിരുന്നു. ഡിയർ രഞ്ജി, ഓൺ ബിഹാഫ് ഓഫ് അവർ സ്കൂൾ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് യു ഓൺ ദിസ് ഒക്കേഷൻ. ഡിയർ രഞ്ജി, ഈ സ്കൂളിൻ്റെ വക്താവായിട്ട് നിന്നുകൊണ്ട് ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? സ്കൂളിൻ്റെ പേരിൽ ഞാൻ നിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. യുവർ അച്ചീവ്മെൻറ്റ്സ് ഹാവ് ഇൻസ്പയർഡ് അസ് ഓൾ ടു വർക്ക് ഹാർഡർ ആൻഡ് ബിലീവ് ഇൻ അവർ സെൽഫ്. നിൻ്റെ ഈ അച്ചീവ്മെൻറ്റ്സ് ഞങ്ങളെ എല്ലാവരെയും സ്വന്തമായിട്ട് ഞങ്ങളിൽ വിശ്വസിക്കാനും അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനും ഞങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു? ഇൻസ്പയർ ചെയ്യുന്നു. യു ഹാവ് ഷോൺ അസ് ദാറ്റ് വിത്ത് കോൺഫിഡൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ വി ക്യാൻ ഓവർകം എനി ചലഞ്ച്. കോൺഫിഡൻസും അതുപോലെ ഡിറ്റർമിനേഷനും കൊണ്ട് എന്ത് ചലഞ്ചും കടന്നു പോകാമെന്ന് ഞങ്ങളെ നീ എന്ത് ചെയ്യിപ്പിച്ചു? ഞങ്ങളെ കാട്ടിത്തന്നു. ആൻഡ് ലെറ്റ് us നോട്ട് forget the lesson you have taught us today. നീ ഞങ്ങളെ ഇപ്പോൾ പഠിപ്പിച്ചത് അത് ഞങ്ങൾ മറന്നുകൂടാ. ആ ലെസൺ ഞങ്ങൾ മറന്നുകൂടാ. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ബാറ്റിലല്ല കാര്യം. ഇറ്റ് ഈസ് അബൌട്ട് ദ മാജിക് വിത്തിൻ ദ ബാറ്റ്സ്മാനുള്ളിലെ മാജിക്കാണ് കാര്യം. കോൺഫിഡൻസ് ഈസ് വാട്ട് മേക്സ് എ പ്ലെയർ ഗ്രേറ്റ് ആൻഡ് യു ഹാവ് ഡെമോൺസ്ട്രേറ്റഡ് ദിസ് ബ്യൂട്ടിഫുള്ളി. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയറെ ഗ്രേറ്റ് ആക്കുന്ന ഒന്നാണ്. അതെന്താണ് എന്ന് നീ ഞങ്ങൾക്കിന്ന് കാട്ടിത്തന്നു. കൺഗ്രാജുലേഷൻസ് വൺസ് അഗെയിൻ രഞ്ജി. വി ആർ പ്രൗഡ് ഓഫ് യു ആൻഡ് വിഷ് യു മെനി മോർ സക്സസ് അഹെഡ്. കൺഗ്രാജുലേഷൻസ് പറയുന്നു, ഞങ്ങൾ നിന്നിൽ അഭിമാനം കൊള്ളുന്നു, നിനക്ക് ഇനിയും കുറേ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ. നല്ലൊരു ദിവസമായിക്കോട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അത്രയുമാണുള്ളത്. ഇനിയുള്ളത് ആക്ടിവിറ്റി 5. ഹിയർ ഈസ് ആൻ എക്സെപ്റ്റ് ഫ്രം എ റണ്ണിങ് കമൻറ്ററി ഓഫ് എ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ഓസ്ട്രേലിയ. ഈ തന്നിരിക്കുന്നത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നു. അതിൽ അപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കമൻട്രിയാണ്. കമൻട്രി അറിയാമല്ലോ. അത് നോക്കൂ, പന്തെടുത്തു, അവരിങ്ങോട്ട് തട്ടി, മറ്റേ ആളുടെ അതിലോട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ ഫുട്ബോളിൽ നിങ്ങൾ മലയാളത്തിൽ കേൾക്കത്തില്ലേ? അത് തന്നെ ഇംഗ്ലീഷ്, ക്രിക്കറ്റിലെ ഇംഗ്ലീഷ്. വെൽക്കം ബാക്ക് ടു ദ ഫൈനൽ മാച്ച് ഓഫ് ദിസ് ഹിസ്റ്ററി മേക്കിംഗ് ആഷസ് സീരീസ്. ആഷസ് ടെസ്റ്റ് ആരൊക്കെ തമ്മിലാണ് നടക്കുന്നത്? ഇവിടെ പറഞ്ഞല്ലോ, ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും. ആഷസ് മാച്ചിലേക്ക് മടങ്ങി വരൂ. എന്താണ്? ഇറ്റ് ഈസ് ബീൻ ആൻ അബ്സല്യൂട്ട്ലി എൻത്രാളിംഗ് മാച്ച്. ആരെയും വശീകരിക്കുന്ന ഒരു മാച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് അവർ ഓസീസ്. ഇംഗ്ലണ്ടും ഓസീസും തമ്മിൽ. ഇറ്റ് ഈസ് ബീൻ ദ ന്യൂ പ്ലെയർ ജോൺ സ്മിത്തി സ്മിത്തിനെ അറിഞ്ഞൂടെ? ആ സ്മിത്താണ് നിൽക്കുന്നത്. ദാറ്റ് ഹാസ് ബീൻ ദ അബ്സല്യൂട്ട് സ്റ്റാൻഡ് ഔട്ട് ഓഫ് ദ ഡേ. 150 നോട്ട് ഔട്ട് ആൻഡ് സ്റ്റിൽ ഗോയിങ് സ്ട്രോങ്. ഉണ്ടോ? 150 റൺ എടുത്തു. ഔട്ടായോ? ഇല്ല, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇറ്റ് ഈസ് 2 ടെസ്റ്റ് മാച്ചസ് ഈച്ച് ഫോർ ഇംഗ്ലണ്ട് ആൻഡ് ഓസ്ട്രേലിയ. ഇംഗ്ലണ്ടിനും ഓസ്ട്രേലിയയ്ക്കും 2 ടെസ്റ്റ് മാച്ചസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ജെയിൻ ആൻഡ് മായ ആർ ഗിവിങ് എ കമൻറ്ററി ഓഫ് ദ ക്രിക്കറ്റ് മാച്ച് ബിറ്റ്വീൻ ടൗൺ മോഡൽ സ്കൂൾ ആൻഡ് ഡൽഹി സ്കൂൾ. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഇപ്പം എന്ത് നടന്നിരുന്നു? ക്രിക്കറ്റ് മാച്ച് നടന്നിരുന്നു. ആരൊക്കെ തമ്മിലാണ്? ടൗൺ സ്കൂളും അതുപോലെ ടൗൺ മോഡൽ സ്കൂളും ഡൽഹി സ്കൂളും തമ്മിൽ. അപ്പോൾ ക്യാൻ യു ഹെൽപ്പ് ദം കംപ്ലീറ്റ് ഇറ്റ്? അവിടെ കമൻട്രി പറഞ്ഞ 2 പേര് ആരാണ്? ജെയിനും മായയും. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കാമോ? ഇപ്പോൾ കമൻറ്റേറ്റർ 1 എന്ത് പറയുന്നു? വി ആർ ലൈവ് അറ്റ് ദ ബസ്ലിംഗ് ക്രിക്കറ്റ് ഗ്രൗണ്ട് വെയർ ദ മച്ച് അവൈറ്റിംഗ് ആനുവൽ ക്രിക്കറ്റ് മാച്ച് ബിറ്റ്വീൻ ടൗൺ മോഡൽ സ്കൂൾ ആൻഡ് ഡൽഹി സ്കൂൾ ഈസ് അബൌട്ട് ടു ബിഗിൻ. അപ്പോൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഡൽഹി സ്കൂളും ടൗൺ മോഡൽ സ്കൂളും തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ച് തുടങ്ങാൻ പോകുന്നു. ഉണ്ടോ? ഈ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഭയങ്കര ബസ്ലിംഗ് ആണ്, ആനുവൽ ക്രിക്കറ്റ് മാച്ച് നടക്കുവാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ദ അറ്റ്മോസ്ഫിയർ ഹിയർ ഈസ് ഇലക്ട്രിക് വിത്ത് സപ്പോർട്ടേഴ്സ് ഫ്രം ബോത്ത് സ്കൂൾസ് ക്രിയേറ്റിംഗ് എ വൈബ്രൻ്റ് ആൻഡ് കളർഫുൾ സീൻ. അപ്പോൾ എന്താണ് പറയുന്നത്? ആ അറ്റ്മോസ്ഫിയർ, ആ ഒരു ഗ്രൗണ്ടിൽ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്? ഇലക്ട്രിക്കാണ്, ഭയങ്കര ഷോക്ക് അടിക്കുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്കും ഫാസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ സപ്പോർട്ടേഴ്സ് ആരൊക്കെ വരുന്നുണ്ട്? ബോത്ത് സ്കൂളിലെയും 2 സ്കൂളിലെയും സപ്പോർട്ടേഴ്സ് വരും. അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു വൈബ്രൻറ്റും കളർഫുള്ളും സീൻ ഇവിടെ ഉണ്ടാക്കുന്നു. ഇറ്റ് ഈസ് ഷുവർ ടു ബി എൻ എക്സൈറ്റിംഗ് ഷോ. ഇതൊരു എക്സൈറ്റിംഗ് ഷോ ആണെന്ന് ഉറപ്പാണ്. കമൻറ്റേറ്റർ 2 എന്ത് പറയുന്നു? അബ്സല്യൂട്ട്ലി ജെയിൻ. ഇനി if Renji can keep this momentum going, there is no reason why Town Model School can secure a victory today. അപ്പോൾ രഞ്ജി ഇതേപോലെ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ, ഈ രീതിയിൽ തന്നെ രഞ്ജി മുമ്പോട്ട് പോയാൽ ടൗൺ മോഡൽ സ്കൂളിന് ഒരു വിക്ടറി ഉറപ്പാണ് എന്ന് പറയുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ പറയാം കേട്ടോ. എന്താണ് പറയേണ്ടത്? കമൻറ്റേറ്റ്. വലിയ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് പാടായിരിക്കില്ലേ? അപ്പം നമുക്ക് ചെറുതെഴുതാം. കമൻറ്റേറ്റർ 1,
ദ ഫസ്റ്റ് ബോൾ ഈസ് ബൗൾഡ് ബൈ ഡൽഹീസ് ഫാസ്റ്റ് ബൗളർ. ഡൽഹിയുടെ ഫാസ്റ്റ് ബൗളർ ആദ്യത്തെ ബോൾ എറിഞ്ഞു. രഞ്ജിയാണ് ക്രീസിൽ നിൽക്കുന്നത്. അവൻ എന്ത് ചെയ്യുന്നു? ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു. കമൻറ്റേറ്റർ 2, ദ ബോൾ ഈസ് ഫാസ്റ്റ് ബട്ട് രഞ്ജി സ്റ്റെപ്സ് ബാക്ക് ആൻഡ് ഹിറ്റ്സ് ഇറ്റ് ഹാർഡ്. ഫാസ്റ്റായിട്ട് വന്നു, രഞ്ജി ഒന്ന് പുറകോട്ടായിട്ട് അടിച്ചു. കമൻറ്റേറ്റർ 1 എന്ത് പറയുന്നു? ഇറ്റ് ഈസ് എ 6, വാട്ട് എ ഷോട്ട്. ഇത് 6 ആണ്, ഇതൊരു ഷോട്ടാണ്. ദ ബോൾ ഫ്ലൈസ് ഓവർ ദ ഫീൽഡേഴ്സ് ആൻഡ് ഇൻ ടു ദ ബൗണ്ടറി ക്രൈ. എന്താണ്? 6 അടിച്ച് എങ്ങോട്ടേക്ക് പോയി? ഫീൽഡേഴ്സിന് മുകളിലൂടെ പോയി ആ ബൗണ്ടറിയിലിരുന്ന പെട്ടിയിൽ വീണു. കമൻറ്റേറ്റർ 2, ഗ്രേറ്റ് സ്റ്റാർട്ട് ഫോർ രഞ്ജി, ഹിസ് കോൺഫിഡൻസ് ഈസ് റിയലി ഷൈനിങ് ടുഡേ. കമൻറ്റേറ്റർ 1, ടൗൺ മോഡൽ സ്കൂൾ ഈസ് ഓഫ് ടു എ സ്ട്രോങ് സ്റ്റാർട്ട്, ദേ നീഡ് മോർ ഷോട്ട്സ് ലൈക്ക് ദാറ്റ് ടു വിൻ ദിസ് മാച്ച്. അല്ലേ? ടൗൺ മോഡൽ സ്കൂള് ഭയങ്കര നല്ലൊരു തുടക്കമാണ് കിട്ടിയിരിക്കുന്നത്. മോർ ഷോട്ട്സ് വേണം. എന്തിനാണ്? വിൻ ചെയ്യാൻ, ഈ മാച്ചിൽ വിൻ ചെയ്യാൻ എന്ന് പറയും. കമൻറ്റേറ്റർ 2 എന്ത് പറയും? ഇഫ് രഞ്ജി കീപ്സ് പ്ലേയിങ് ലൈക്ക് ദിസ് ദേ ഹാവ് എ ഗുഡ് ചാൻസ് ഓഫ് വിന്നിങ്, ലെറ്റ് us see how it goes. രഞ്ജി ഇതുപോലെ മുമ്പോട്ട് പോയാൽ അവർക്ക് ഉറപ്പായിട്ടും വിജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് എന്ന് പറയും. മക്കളെ, ഇത്രയും ഒരു വീഡിയോയിൽ ചെയ്യുവാണ് ഞാൻ. അടുത്ത വീഡിയോ ആയിട്ടേ ബാക്കി ചെയ്യുന്നുള്ളൂ. ഇനി ഇതുപോലെ 5 ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങളും താങ്ങൂല, എൻ്റെ വീഡിയോയിൽ ലെങ്തി ആയിപ്പോൾ. എക്സാമിന് മുമ്പ് എന്തായാലും അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും മതി ഈ ഒരു വീഡിയോയിൽ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഇതിപ്പോൾ തെറ്റൊക്കെ പഠിച്ച് പോവുക. എക്സാം സ്പെഷ്യൽ വീഡിയോസ് ഞങ്ങൾ ഇടുന്നുണ്ട്, മറക്കരുത്. എക്സാം സ്പെഷ്യൽ വീഡിയോസ് ഇടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇട്ട ക്വസ്റ്റ്യൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സാമിനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെ അത് കണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക, മാർക്ക് കിട്ടും. അപ്പോൾ ഇത്രയും നോക്കുക, മിടുക്കരായിട്ടിരിക്കുക.